നോമ്പ് കാലത്ത് മലയാറ്റൂർ മല കയറുവാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഓശാന ഞായറാണ്. അതുകൊണ്ട് ധാരാളം വിശ്വാസികളെ കാണാം, ഒരുപാട് കാഴ്ചകളും കാണാം. രോഗികൾക്കും പ്രായമായവർക്കും കുത്തിപ്പിടിച്ച് മല കയറുവാൻ വേണ്ടിയിട്ടുള്ള വടികൾ ഇവിടെ വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെഴുകുതിരി കച്ചവടക്കാരും ധാരാളം ഉണ്ട്. വാങ്ങുന്ന മെഴുകുതിരികൾ ആദ്യമായി കത്തിക്കുന്നത് തോമാസ് ലീഹയുടെ ഈ രൂപത്തിന് മുമ്പിൽ വെച്ചിട്ടാണ്. ഈ രൂപക്കൂട് പണിതിരിക്കുന്നത് വലിയൊരു പാറയുടെ മുകളിലാണ്. മലയാറ്റൂരിൽ സുവിശേഷ പ്രചരണത്തിനെത്തിയ തോമാസ് ലീഹയെ ഇവിടുത്തെ ആൾക്കാർ വിശ്വസിച്ചില്ല, അദ്ദേഹത്തെ എതിർത്തു. ആത്മീയമായി കൂടുതൽ ശക്തി ആർജിക്കാൻ വേണ്ടിയിട്ട് തോമാസ് ലീഹ ഈ മലമുകളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ യേശുവിന്റെ അമ്മയായ മറിയം പ്രത്യക്ഷപ്പെട്ടു. ഇത് മൃഗങ്ങളെ വേട്ടയാടുന്ന വേടന്മാര് കാണുകയും അവര് താഴത്തെ ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. ആ ഒരു രംഗമാണ് ഇവിടെ പണിതിരിക്കുന്നത്. മുകളിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന ഒരുപാട് ഭായിമാരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഭയങ്കര കഷ്ടപ്പാടാണ് ഇവരുടെ കാര്യം. ശബരിമല ഭക്തര് കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ തോമാസ് ലീഹയുടെ ഭക്തര് കാവ്യ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. നോമ്പ് നോക്കുന്ന ഭക്തരുടെ കയ്യിൽ ചെറുതും വലുതുമായ കുരിശുകൾ ഉണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാടിന് നടുവിലൂടെയുള്ള ഒരു പാതയിലൂടെയാണ്. സീസൺ അല്ലാത്ത സമയത്ത് ഇവിടം ആനകളുടെ ഒരു വിഹാര കേന്ദ്രമാണ്. അങ്ങനെ കുറച്ചു ദൂരം നിരപ്പാർന്ന പാതയിലൂടെ നടന്ന് വീണ്ടും കുത്തനെയുള്ള ഒരു കയറ്റത്തിലേക്ക് എത്തി. നമ്മുടെ യാത്രയുടെ പകുതി ദൂരം മാത്രമേ എത്തിയിട്ടുള്ളൂ. അപ്പോഴേക്കും ചിലരൊക്കെ ഔഷധയായി. ഞാനും ശരിക്കും ഔഷധയായിരുന്നു. എങ്കിലും പാറക്കുട്ടങ്ങളിലൂടെ നടന്ന് അങ്ങനെ ഒന്നാം സ്ഥലത്ത് എത്തി. രണ്ടാം സ്ഥലവും അടുത്ത് തന്നെയായിരുന്നു. പക്ഷെ മൂന്നാം സ്ഥലത്തേക്ക് കുറച്ച് ദൂരം കൂടി നടക്കേണ്ടി വന്നു. ഇവിടെ വരുന്ന യഥാർത്ഥ വിശ്വാസികള് ഈ ഓരോ സ്ഥലത്തും കുരിശിന്റെ വഴി ചൊല്ലിയിട്ട് പോകാറുള്ളൂ. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഒരുപാട് ഹിന്ദുക്കളായവരും ഇങ്ങോട്ട് വരുന്നുണ്ട്. തോമാസ് ലീഹയിൽ അവര് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തപ്പൻ എന്നാണ് തോമാസ് ലീഹയുടെ മറ്റൊരു നാമം. പിന്നെ ഈ വരുന്നവര് ബംഗാളീസ് അല്ല കേട്ടോ, നല്ല മലയാളി പിള്ളേരാണ്. പിന്നെ ഇവിടെ ഒരു ഭാഗത്ത് കുരങ്ങന്മാരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. ആരോ ഒരാള് കയ്യിലുണ്ടായിരുന്ന കൂൾ ഡ്രിങ്ക്സിന്റെ കുപ്പി അവർക്ക് എറിഞ്ഞു കൊടുത്തു. ഈ കുരങ്ങന്മാരുടെ കുസൃതികളും തല്ലുപിടുത്തൊക്കെ കാണാൻ രസമാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒട്ടുമിക്കവരും ഇപ്പോൾ കുരിശിന്റെ വഴി ചൊല്ലുന്നത് മൊബൈൽ നോക്കിയിട്ടാണ്. പുസ്തകം കൊണ്ടുവരുന്നവരും ഉണ്ട്. അങ്ങനെ നമ്മള് 14 സ്ഥലത്ത് തിരികെയാണ്. ഇതിന് തൊട്ട് താഴെയായിട്ട് ഒരു സർബത്ത് കടയുണ്ട്. അവിടേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്ന ഒരു വായന ഞാൻ കണ്ടായിരുന്നു. അയ്യോ, ഭയങ്കര കഷ്ടമായിട്ട് ആളുടെ കാര്യം. ആളുടെ തലയിലുള്ള ആ പെട്ടിയുടെ വെയിറ്റ് കുറഞ്ഞത് 50 കിലോ എങ്കിലും ഉണ്ടാകും. ചിലപ്പോൾ 100 കിലോയുടെ അടുത്ത് ഭാരം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാരണം ആ പെട്ടി താഴെ വെക്കാനായിട്ട് 2 പേരുടെ സഹായം വേണ്ടി വന്നു. ഇവർക്ക് ഈ ജോലിക്ക് എത്ര കൊടുത്താലും മതിയാവില്ല കേട്ടോ. കാരണം അടിവാരത്തുനിന്നും മലമുകളിലേക്കുള്ള ദൂരം 1.5 കിലോമീറ്റർ ആണ്. അതും ഈ തെന്നി വീഴാൻ സാധ്യതയുള്ള പാറകളിലൂടെ നടന്നു വേണം വരാനായിട്ട്. എന്താ പറയല്ലേ, കഷ്ടപ്പാട് തന്നെ. ഈ 14 സ്ഥലത്തിന്റെ തൊട്ടുമുകളിലുള്ള ഏരിയയിലാണ് ഭക്തർ കൊണ്ടുവരുന്ന കുരിശുകളൊക്കെ വെക്കുന്ന സ്ഥലം. ഇവിടെ കഴിഞ്ഞ വർഷം വരെ കൊണ്ടുവന്ന യമണ്ടൻ കുരിശുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം റിമൂവ് ചെയ്തു. ഇപ്പോൾ ഈ കാണുന്ന കുരിശില്ലേ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുരിശ്. ഈ ഒരു കുരിശ് കൊണ്ടുവരാനായിട്ട് കുറഞ്ഞത് 20 പേരെങ്കിലും ഉള്ള ഒരു സംഘത്തിനെ കഴിയും. ഇത് മാർത്തോമ മണ്ഡപം. ഇവിടെ തോമാസ് ലീഹയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയായിട്ടാണ് ആനകുത്തിയ പള്ളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കൂട്ടം ആനകള് ആക്രമിച്ച് നശിപ്പിക്കാൻ നോക്കിയ ഒരു പള്ളിയാണിത്. ആനകളുടെ കുത്തേറ്റ് ഈ പള്ളിക്ക് അധികം കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. പുറകുവശത്തെ ഭിത്തിയില് ഇപ്പോഴും ആന കുത്തിയ പാടുകളുണ്ട്. കേരളത്തിലെ അതിപുരാതനമായ ക്രിസ്തീയ ദേവാലയങ്ങളിൽ ഒന്നാണിത്. 18ാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും പുതുക്കി പണിതിട്ടുണ്ട്. ആന കുത്തിയ ഈ പള്ളിക്ക് തൊട്ടു താഴെയായിട്ട് ഒരു അത്ഭുത നീരുറവയുണ്ട്. തോമാസ് ലീഹ മലമുകളിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ദാഹിച്ചു. കയ്യിലുണ്ടായിരുന്ന വടി കൊണ്ട് പാറയിലടിച്ചപ്പോൾ അതിൽ നിന്ന് ജലം പ്രവഹിക്കാൻ തുടങ്ങി. ആ പ്രദേശത്ത് ഇന്നിപ്പോൾ ഒരു കിണറാണ്. ഈ കിണറ്റിലെ ജലം ഇന്ന് ഭക്തർക്ക് ഒരു പുണ്യജലമാണ്. ഈ വെള്ളം കുടിച്ചാൽ രോഗശാന്തി കൈവരും എന്നാണ് തോമാസ് ലീഹയുടെ ഭക്തർ വിശ്വസിക്കുന്നത്. ഞാൻ അടിവാരത്ത് വെച്ച് മലമുകളിലുള്ള വിശുദ്ധ സ്ഥലങ്ങളെ കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു. പ്രവേശിക്കുന്നത് തോമാസ് ലീഹ തന്റെ മലയാറ്റൂർ മാസത്തിനിടയിൽ മലമുകളിൽ പ്രാർത്ഥിക്കാൻ പല പ്രാവശ്യം പോയിരുന്നുവെന്നും അവിടെ ഒരു പാറയുടെ മുകളിൽ മുട്ടുകുത്തി പാറയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിരുന്നുവെന്നും പാരമ്പര്യമുണ്ട്. ആ ഭാഗത്ത് പിന്നീട് 6ാം നൂറ്റാണ്ടിൽ പാറപ്പുറത്ത് സ്വർണ ശോഭയേറിയ കുരിശിന്റെ പ്രകാശം മലവേടർ കണ്ട് തങ്ങളുടെ ആയുധം ഉപയോഗിച്ച് അത് കൊത്തുനോക്കിയപ്പോൾ ആ കുരിശടയാളത്തിൽ നിന്ന് രക്തം പൊടിഞ്ഞുവെന്നും പിന്നീട് ഈ വിവരം അടിവാരത്തെ വിശ്വാസികൾ അറിഞ്ഞ് ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ തോമാസ് ലീഹയുടെ കാൽപാദങ്ങളും മുട്ടുകുത്തിയ കുഴികളും ആ
പാറയിൽ പതിഞ്ഞിരിക്കുന്നത് കണ്ട് അത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ തോമാശ്ലീഹയുടെ കാൽപാദങ്ങൾ പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഭാഗമാണത്. കാൽപാദങ്ങൾ പതിഞ്ഞ ഭാഗത്തിന് ചുറ്റായിട്ടും വെള്ള കളറിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്